ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു പാഠമാണ് പഠിക്കുന്നത്. കാട്ടിലെ ഒരു യുദ്ധത്തെക്കുറിച്ച്. കൂട്ടുകാരെ, യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? സിനിമകളിലൊക്കെയാണല്ലേ? അതെ, നമുക്കിവിടെ കാട്ടിലെ ഒരു യുദ്ധത്തെക്കുറിച്ച് പഠിച്ചാലോ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠമാണ്. എന്താണ് പാഠത്തിൻ്റെ പേര്? ദ ജംഗിൾ ഫൈറ്റ്. എന്താണ്? ദ ജംഗിൾ ഫൈറ്റ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. വേർ ഈസ് ദ മാൻ സ്റ്റാൻഡിങ്? ഈ മനുഷ്യൻ എവിടെയാണ് നിൽക്കുന്നത്? സ്റ്റാൻഡിങ് ഇൻ ഫോറസ്റ്റ്. എവിടെയാണ്? കാട്ടിലാണ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഡ്രം കൊട്ടി എന്തോ പറയുകയാണല്ലേ. ഹു ആർ നിയർ ഹിം? ആരൊക്കെയാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത്? ഓരോരുത്തരുടെ പേര് പറയൂ കൂട്ടുകാരെ. ക്യാറ്റ്, ലയൺ, ഹോഴ്സ്, എലിഫന്റ്, വൂൾഫ്, ബഫല്ലോ, ജിറാഫ്, ബിയർ, ടൈഗർ. ഇതെല്ലാം കാട്ടിലെ മൃഗങ്ങളാണല്ലേ? കൂട്ടുകാർക്ക് ഇവയെ പേടിയല്ലേ? അതെ, ഇവിടെ നമുക്ക് നോക്കാം അവരെന്തിനാ യുദ്ധം ചെയ്യുന്നതെന്ന്. ഡം ഡം. The drummer was beating the drum. ഡ്രമ്മർ, ചെണ്ട കൊട്ടുന്നയാള്, അദ്ദേഹത്തിൻ്റെ ഡ്രമ്മിൽ ബീറ്റ് ചെയ്തു, അടിച്ചു. ശബ്ദം എങ്ങനെയാ? ഡം ഡം. ലിസൺ, ഹിയർ ഈസ് എ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഫോർ യു. ശ്രദ്ധിക്കൂ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം ഒരു അനൗൺസ്മെൻ്റ് ആണ്. ദ കിങ് വാണ്ട്സ് എ പെറ്റ്. നമ്മുടെ രാജാവിന് ഒരു പെറ്റ് വേണം, വളർത്തുമൃഗത്തെ വേണം. ഹു ഈസ് റെഡി ടു കം വിത്ത് മീ ടു ദി പാലസ്? ദ ഡ്രമ്മർ ആസ്ക്ഡ്. ആരാണ് എന്നോടൊപ്പം വരാൻ തയ്യാറായിരിക്കുന്നത്? എവിടേക്കാണ്? ടു ദി പാലസ്, കൊട്ടാരത്തിലേക്ക്. ഐ എം റെഡി, സെഡ് ദ എലിഫന്റ്. നമ്മുടെ ആന പറയുകയാണ്, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. നോ നോ, ഐ ഷുഡ് കം വിത്ത് യു, സെഡ് ദ ഹോഴ്സ്. അപ്പോൾ കുതിര പറയാണ്, ഇല്ലില്ല, ഞാൻ നിന്നോടൊപ്പം വരും. ഐ എം റെഡി, ഐ എം റെഡി. ഓൾ ദി അനിമൽസ് കം ഫോർവേഡ്. ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എല്ലാ മൃഗങ്ങളും ഒന്നിനു പുറകെ ഒന്നായി മുന്നോട്ട് വരാൻ തുടങ്ങി. വിച്ച് ആനിമൽ വിൽ ദി ഡ്രമ്മർ ചൂസ്? നമ്മുടെ ചെണ്ട കൊട്ടുകാരനില്ലേ, അദ്ദേഹം ഏത് അനിമലിനെ ആയിരിക്കും ചൂസ് ചെയ്യുക? ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? ഹൗ വിൽ ഹീ സെലക്ട് ദ കിങ്സ് പെറ്റ്? എങ്ങനെയാണ് രാജാവിനൊരു വളർത്തുമൃഗത്തെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. Why are the lion and the elephant fighting with each other? Who is stronger, the elephant or the lion? ഇവിടെ നോക്കൂ, ഇവിടെ ചിത്രം കണ്ടോ കൂട്ടുകാരെ? നമ്മുടെ ലയനും എലിഫൻറ്റും കൂടെ യുദ്ധം ചെയ്യാൻ പോവാണ്. ആരാണ് സ്ട്രോങ്ങർ? എലിഫൻ്റ് ആണോ ലയൻ ആണോ? നമുക്ക് നോക്കാം. സ്റ്റോപ്പ്, യു ഹാവ് ടു പ്രൂവ് യുവർ സെൽവ്സ്, ദ ഡ്രമ്മർ സെഡ്. യു ഹാവ് ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. The one who wins, we will be the king's pet. അപ്പോൾ നമ്മുടെ ഡ്രമ്മർ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക കേട്ടോ. എന്നിട്ട് ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും രാജാവിൻ്റെ വളർത്തുമൃഗം അല്ലെങ്കിൽ പെറ്റ്. ബട്ട് റിമെമ്പർ, ഒരു കാര്യം ഓർമ്മിക്കുക കേട്ടോ, നിങ്ങളിത് ചെയ്യുന്നത് കൊള്ളാം, പക്ഷേ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക. യുവർ ബാക്ക് ഷുഡിൻ ടച്ച് ദി ഗ്രൗണ്ട്, ദ ഡ്രമ്മർ അനൗൺസ്ഡ്.
നിങ്ങളുടെ ബാക്കിലെ നിങ്ങളുടെ പുറകുവശം ഒരിക്കലും തറയിൽ തട്ടരുത്. ഇതാണ് അനൗൺസ്മെൻറ്റ്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ നമുക്ക് തുടങ്ങാം. ദ ഡ്രമ്മർ ആസ്ക്ഡ്. ഡ്രമ്മർ ചോദിച്ചു. ദ എലിഫന്റ് ആൻഡ് ദ ലയൺ കം ഫോർവേഡ്. അപ്പോൾ നമ്മുടെ ആനയും സിംഹവും മുന്നിലേക്ക് വന്നു. ഐ വിൽ ബി ദ വിന്നർ, ദ എലിഫന്റ് ട്രംപറ്റ്. എലിഫന്റ് പറഞ്ഞു. ആന പറയുകയാണ്, ഞാനായിരിക്കും വിന്നർ, ഞാനായിരിക്കും വിജയി. No one can beat me, the lion roared. അപ്പം സിംഹം അലറിക്കൊണ്ട് പറഞ്ഞു, ആർക്കും എന്നെ അടിക്കാനായിട്ട് കഴിയില്ല. At once he jumped and hit on the elephant. The elephant fell flat on the ground. സിംഹം ചാടി എലിഫന്റിന്റെ പുറത്തേക്ക് കയറി. എലിഫന്റ് താഴെ കിടക്കുന്നു ഗ്രൗണ്ടിൽ. Who is now fighting with the lion? ഇതിൽ ലയനല്ലേ കൂട്ടുകാരെ ജയിച്ചത്? അതെ. അപ്പം ലയനോടൊപ്പം അടുത്താരാ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്? ഡു യു തിങ്ക് ദി ലയൺ വിൽ വിൻ? വൈ? കൂട്ടുകാരെ, ആരാണ് വിജയിക്കുക? ലയനാണോ? എന്തുകൊണ്ടാണ്? നേരത്തെ ലയനാണ് ജയിച്ചതല്ലേ? നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന്. യു മേ ബീറ്റ് ദി എലിഫന്റ് ബട്ട് യു കാൻ ബീറ്റ് മീ. നീ ആനയെ അടിച്ചു, എന്നാൽ നിനക്ക് എന്നെ അടിക്കാനായിട്ട് കഴിയില്ല. സീയിങ് ദിസ് ദി ടൈഗർ കം ഫോർവേഡ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ടൈഗർ മുന്നിലേക്ക് വന്നു. ദ ലയൺ ലുക്ക്ഡ് അറ്റ് ദി ടൈഗർ ഷാർപ്ലി. സിംഹം ടൈഗറിനെ തുറിച്ചു നോക്കി. ഹി ജംപ്ഡ് അറ്റ് ദ ടൈഗർ. അവൻ ടൈഗറിൻ്റെ അടുത്തേക്ക് എടുത്തു ചാടി. ഐ ആം ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ഞാൻ കാട്ടിലെ രാജാവാണ്. നോബഡി ക്യാൻ ബീറ്റ് മീ. എന്നെ ആർക്കും അടിക്കാൻ കഴിയില്ല. But the tricky tiger slid away. He grabbed the lion's leg. The lion fell down on his back. പക്ഷേ സൂത്രശാലിയായ നമ്മുടെ ടൈഗർ എന്ത് ചെയ്തു? സ്ലൈഡ് ചെയ്ത് മാറിക്കൊടുത്തു. എന്നിട്ടോ ആ ലയണിൻ്റെ ലെഗിലൊന്ന് ഗ്രാബ് ചെയ്തു, തട്ടിക്കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ലയൺ എന്ത് ചെയ്തു? ഫെൽ ഡൗൺ ഓൺ ഹിസ് ബാക്ക്. അവൻ്റെ പുറമടിച്ച് അവൻ എവിടെ വീണു? ഗ്രൗണ്ടിൽ വീണു. ഹൂ വോൺ ദി ഫൈറ്റ്? ഇതിലാരാണ് ജയിച്ചത്? യെസ്, ടൈഗർ ആണല്ലേ. വിച്ച് ആനിമൽ വിൽ കം നെക്സ്റ്റ്? അടുത്ത് ഏത് ആനിമലായിരിക്കും കൂട്ടുകാരെ വരിക? നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ആനിമൽ? യെസ്, ബിയർ. ആരാണിത്? ബിയർ ആണല്ലേ. ക്യാൻ ദി ബിയർ ബീറ്റ് ദി ടൈഗർ? നമ്മുടെ ബിയറിന് ടൈഗറിനെ ബീറ്റ് ചെയ്യാൻ കഴിയുമോ? അടിക്കാൻ കഴിയുമോ? വൈ? എന്തുകൊണ്ടാണ്? ഹീസ് എ സ്ട്രോങ്ങർ അല്ലേ. അദ്ദേഹം ടൈഗർ വളരെ ശക്തിശാലിയാണ്, അതുപോലെ തന്നെ സൂത്രശാലിയുമാണ്. ഹൂ ഈസ് ദി നെക്സ്റ്റ്? ആസ്ക് ദ ടൈഗർ. ടൈഗർ ചോദിക്കുകയാണ്, ആരാ അടുത്തത്? മീ. ദ ബിയർ കെം ഫോർവേഡ്. ഞാൻ. കരടി മുന്നോട്ട് വന്നു. ഹാ ഹാ ബ്ലാക്കി, യു. ഓഹോ, കറുത്തവനെ നീയോ? ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കീസ് ക്യാൻ ഡു. ദ ടൈഗർ ജംപ്ഡ് അപ്പോൺ ദ ബിയർ. ടൈഗർ എന്ത് ചെയ്തു? ചാടി ബിയറിൻ്റെ പുറത്തേക്ക് കയറാനായിട്ട് വന്നു. ദ ബിയർ പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ. ബിയർ എന്ത് ചെയ്തു? നമ്മുടെ കരടി ടൈഗറിൻ്റെ വാലിൽ പിടിച്ച് വലിച്ചു. ദ ടൈഗർ കുഡ്ന്റ് ഡു എനിത്തിങ്. നമ്മുടെ ടൈഗറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. അവനവൻ്റെ ബാലൻസ് നഷ്ടമായിപ്പോയി. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. ടൈഗർ എന്ത് ചെയ്തു? താഴേക്ക് വീണു. ഹു കം ദ ഫൈറ്റ് വിത്ത് ദ ബിയർ. ബിയറിനോട് യുദ്ധം ചെയ്യാൻ വരുന്നത് ആരാണ്? ജിറാഫാണ്. കണ്ടു. ഹു വിൽ വിൻ ദി ഫൈറ്റ്? ഈ ഫൈറ്റിൽ ആരായിരിക്കും ജയിക്കുക? ജിറാഫ്. നൗ ഇറ്റ്സ് മൈ ടേൺ ബ്ലാക്കി. ദ ജിറാഫ് കം ഫോർവേഡ്. ഇത് എൻ്റെ ഊഴമാണ് ബ്ലാക്കി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജിറാഫ് മുന്നിലേക്ക് വന്നു. ഓ യു ബ്രൗണി ജോക്ക്, ലുക്ക് ഡൗൺ ഹിയർ അപ്പോൺ മീ. യുവർ ഹൈറ്റ് വിൽ നോട്ട് മേക്ക് യു വിൻ. നോക്കൂ, താഴത്തേക്ക് നോക്കൂ. നിന്റെ ഉയരം ഒരിക്കലും നിന്നെ ജയിപ്പിക്കുകയില്ല. ദ ബിയർ സെഡ്. ബിയർ പറയുകയാണ്. കരടി പറയുന്നു, ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദ ജിറാഫ് സെഡ്. ജിറാഫ് പറഞ്ഞു.
Within no time, the giraffe kicked the bear away. Hoo, hoo. The giraffe gritted its teeth. ജിറാഫ് എന്ത് ചെയ്തു? നമ്മുടെ ബിയറിനെ കിക്ക് ചെയ്തെറിഞ്ഞു, തട്ടിയെടുത്ത് എറിഞ്ഞു. ഹു ഈസ് റെഡി ടു ഫൈറ്റ് വിത്ത് ദ ജിറാഫ്? ജിറാഫിനൊപ്പം ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ആരാണ്? ആരാണ് അതിന് തയ്യാറായി വന്നത്? എബിൾ. ആരാണ്? എബിൾ. വിൽ ദി ബൾ ബീറ്റ് ദി ജിറാഫ്? ബള്ളിന് ജിറാഫിനെ ബീറ്റ് ചെയ്യാൻ കഴിയുമോ? നോക്കാം. കം ഫൈറ്റ് വിത്ത് മീ. വരൂ, എന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ. ദ ബൾ ഷൂ ഹിസ് ഹെഡ് ആൻഡ് ജംപ്ഡ് ഫോർവേഡ്. തല കുലുക്കിക്കൊണ്ട് നമ്മുടെ ബള്ള് മുന്നിലേക്ക് ചാടി വന്നു. ആർ യു ചാലഞ്ചിങ് മീ? ദി ജിറാഫ് ആസ്ക്ഡ് ആംഗ്രിലി. ദേഷ്യത്തോടെ ജിറാഫ് ചോദിക്കുകയാണ്, നീ എന്നെ വെല്ലുവിളിക്കുന്നു. ആർ യു ചാലഞ്ചിങ് മീ? ഐ എം ദ ടോളസ്റ്റ്. ഞാൻ ഉയരമുള്ളതാണ്. നോ വൺ ക്യാൻ ബീറ്റ് മീ. ആർക്കും എന്നെ അടിക്കാൻ കഴിയില്ല. ദ ജിറാഫ് സ്റ്റെപ്ഡ് ഫോർവേഡ്. ജിറാഫ് മുന്നിലേക്ക് വന്നു. തട്ട്. ദ ബുൾ ബട്ടഡ് ഹിസ് ഹോൺസ് ഓൺ ദി ജിറാഫ്. ദ ജിറാഫ് ഫെൽ ഡൗൺ. ഹി ഹൗൾഡ് വിത്ത് പെയിൻ. ബള്ളെന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ ഹോൺസ് വെച്ചിട്ട്, അവൻ്റെ കൊമ്പുകൾ വെച്ചിട്ടേ ജിറാഫിനെ ചുറ്റിയെടുത്ത് എറിഞ്ഞു. ജിറാഫ് താഴേക്ക് വീണു. അവൻ വേദന കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി, ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഹു ആർ ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ? ഹു ഡു യു തിങ്ക് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്? ആരാണ് ഇതിൽ ശക്തിശാലി? നമുക്ക് നോക്കാം. കം ഓൺ, വരൂ. ഹു ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ? ആരാണ് അടുത്ത യുദ്ധം ചെയ്യുന്നയാൾ? ദ ബൾ ബില്ലൗഡ്. ബള്ള് ചോദിക്കുകയാണ്, ഐ ആം ഹിയർ ടു ഫൈറ്റ് വിത്ത് യു, ദ ഹോഴ്സ് നൈറ്റ്. അപ്പോൾ നമ്മുടെ കുതിര പറയുകയാണ്, ഞാൻ വരാം, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. ദ ബൾ ആൻഡ് ദ ഹോഴ്സ് സ്റ്റുഡ് ഫേസ് ടു ഫേസ്. ബള്ളും ഹോഴ്സും ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കി നിന്നു. ദ ബൾ റഷ്ഡ് ടു ദ ഹോഴ്സ്. ദ ഹോഴ്സ് സ്റ്റെപ്ഡ് aside. But the horse kicked the bull on his belly. Oh, the bull fell down. ബള്ള് ഹോഴ്സിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. ഹോഴ്സ് എന്ത് ചെയ്തു? സ്റ്റെപ്പ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിന്നു. ദ ഹോഴ്സ് കിക്ക്ഡ് ദ ബൾ. എന്ത് ചെയ്തു? നമ്മുടെ ഹോഴ്സ്, കുതിര കിക്ക് ചെയ്തു, തട്ടി എറിഞ്ഞു നമ്മുടെ ബള്ളിനെ ഓൺ ഹിസ് ബെല്ലി. ദ ബൾ ഫെൽ ഡൗൺ. നമ്മുടെ ബെല്ല് എന്ത് ചെയ്തു? താഴത്തേക്ക് വീണു. ഹൂം വിൽ ദി ഹോഴ്സ് ഫൈറ്റ് നെക്സ്റ്റ്? അടുത്ത ആരാണ് കൂട്ടുകാരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്? വൈ ഈസ് ദ ഹോഴ്സ് ലുക്കിംഗ് ബാക്ക്? ഹോഴ്സ് എന്തുകൊണ്ടാണ് ബാക്കിലോട്ട് നോക്കുന്നത്? ഹുറേ ഹുറേ, ഐ വോൺ നെയ് ദ ഹോഴ്സ്. ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ഹോഴ്സ് വിളിക്കാൻ തുടങ്ങി. നോട്ട് യെറ്റ് മൈ ഡിയർ. ദ ഫോക്സ് ജംപ്ഡ് ഇൻടു ദ ഫൈറ്റിംഗ് ഗ്രൗണ്ട്. ദ ഹോഴ്സ് സ്റ്റാർട്ടഡ് അറ്റ് ഹിം. ഇല്ല, നീ ജയിച്ചിട്ടില്ല പ്രിയപ്പെട്ടവളെ. നമ്മുടെ കുറുക്കച്ചാരൻ ചാടി ഗ്രൗണ്ടിലേക്ക് വന്നു. ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ് റെഡി ടു ഫൈറ്റ്. അവർ യുദ്ധത്തിനായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഹേയ്, ലുക്ക് ദെയർ ഈസ് സംതിങ് ബിഹൈൻഡ് യു, ദ ഫോക്സ് സെയ്ഡ് ക്യുണിംഗ്ലി. ഒരു ജിജ്ഞാസയോടെ നമ്മുടെ ഫോക്സ് പറയുകയാണ്, നോക്കൂ, നിന്റെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ട്. അറ്റ് വൺസ് ദ ഹോഴ്സ് ടേൺഡ് ആൻഡ് ലുക്ക്ഡ് ബാക്ക്. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഹോഴ്സ്, കുതിരച്ചാര് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആരാ നിൽക്കുന്നതെന്നറിയണ്ടേ? ഒന്ന് തിരിഞ്ഞു നോക്കി. ക്രഞ്ച്. ദ ഫോക്സ് ബിറ്റ് ദ ഹോഴ്സ് നെക്ക്. ദ ഹോഴ്സ് ഫെൽ ഡൗൺ. പെട്ടെന്ന് തന്നെ നമ്മുടെ കുറുക്കച്ചാര് ചാടി കുതിരയുടെ നെക്കിലേക്ക് പിടിച്ചു, കഴുത്തിലേക്കൊന്ന് പിടിച്ചു. ദ ഹോഴ്സ് ഫെൽ ഡൗൺ. നമ്മുടെ കുതിരച്ചാരും താഴേക്ക് വീണു. ഹഹാ, ഐ എം ദ ഫൈനൽ വിന്നർ, ലാഫ്ഡ് ദ ഫോക്സ്. നമ്മുടെ കുറുക്കച്ചാരൻ ചിരിക്കാൻ തുടങ്ങി. ഞാനാണ് അവസാനം വിജയിയായത്, ഞാനാണ് വിന്നർ, ഞാനാണ് വിജയി. ഹൂ ഈസ് സ്റ്റാൻഡിങ് ദ ഫ്രണ്ട് ഓഫ് ദി ഫോക്സ്? ഫോക്സിൻ്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നത് കൂട്ടുകാരെ? ഈസ് ഹി ഗോയിങ് ടു ഫൈറ്റ് വിത്ത് ദ ഫോക്സ്? നമ്മുടെ ക്യാറ്റാണ് നിൽക്കുന്നത്, പൂച്ചയാണ് നിൽക്കുന്നത്. കണ്ടോ? നമ്മുടെ പൂച്ചയ്ക്ക് ഫോക്സിനോട് ഫൈറ്റ് ചെയ്യാൻ കഴിയുമോ? വാട്ട് ആർ ദി അതർ ആനിമൽസ് ഡൂയിങ്? മറ്റ് ആനിമൽസൊക്കെ എന്താണ് ചെയ്യുന്നത്? ദ ലാഫിങ്. അവർ ചിരിക്കുകയാണല്ലേ.
അതെ, നമുക്ക് നോക്കാം. മ്യാവ് മ്യാവ്. വിൽ യു ഗിവ് മീ എ ചാൻസ്? എനിക്കൊരവസരം തരാമോ? ദ ക്യാറ്റ് സ്റ്റെപ്ഡ് ഫോർവേഡ്. പൂച്ച മുന്നിലേക്ക് വന്നു. യാ ഹഹാ, എവറിബഡി ലാഫ്ഡ് അറ്റ് ദ കാറ്റ്. കാറ്റ് വന്നപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഐ ക്യാൻ ത്രോ യു അപ്പ് ലൈക്ക് എ ഫെദർ. ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഒരു തൂവൽ പോലെ എനിക്ക് നിന്നെ എടുത്ത് എറിയാനേ ഉള്ളൂ. ദ ഫാക്സ് ത്രോ ദ കാറ്റ് ഇൻ ടു ദി എയർ. നമ്മുടെ കുറുക്കച്ചാര് കാറ്റിനെ എയറിലേക്ക് എടുത്തെറിഞ്ഞു. വേർ ഈസ് ദ കാറ്റ് നൗ? കാറ്റ് ഇപ്പോൾ എവിടെയാണ്? വിൽ ഹി ഫൈറ്റ് വിത്ത് ദി ഫോക്സ്? അവൻ നമ്മുടെ കുറുക്കച്ചാരോട് യുദ്ധം ചെയ്യുമോ? നോക്കാം. The cat landed on his paws. The fox got angry. Here you go up again. Once again he caught the cat and threw him up. Again the cat landed on his forelegs. He lagged at the fox. This made the fox more angry. He threw the cat up several times, but the cat always landed on his paws. നമ്മുടെ കുറുക്കച്ചാര് പൂച്ചക്കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്തു? എയറിലേക്ക് എറിഞ്ഞു അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പൂച്ചക്കുഞ്ഞ് 4 കാലിൽ താഴെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അടുത്ത് വീണ്ടും എന്ത് ചെയ്തു? ഫോക്സ് ഇതുപോലെ എടുത്ത് എറിഞ്ഞു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ 4 കാലിൽ നമ്മുടെ പൂച്ചക്കുഞ്ഞ് താഴെ വന്ന് നിൽക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം നമ്മുടെ ഫോക്സ് പൂച്ചക്കുഞ്ഞിനെ ഇതുപോലെ എടുത്തെറിഞ്ഞു. അവസാനം ഫോക്സിന് വളരെ ദേഷ്യം വന്നു. വാട്ട് ഈസ് ദ ഫോക്സ് ഡൂയിങ്? ഇവിടെ നമ്മുടെ ഫോക്സ് എന്താണ് ചെയ്യുന്നത്? വിൽ ദ ഫോക്സ് ബി ദ വിന്നർ? കുറുക്കച്ചാരൻ വിന്നറാകുമോ? നോക്കാം. ക്യാൻ യു ജമ്പ് അപ്പ് ആൻഡ് ലാൻഡ് ഓൺ യുവർ ലെഗ്സ്? ദ ക്യാറ്റ് ചാലഞ്ച്ഡ് ദ ഫോക്സ്. നമ്മുടെ പൂച്ച ഒരു ചലഞ്ച് വെക്കുകയാണ്. എന്താണ് ചലഞ്ച്? ക്യാൻ യു ജമ്പ് അപ്പ് ആൻഡ് ലാൻഡ് ഓൺ യുവർ ലെഗ്സ്? നിനക്ക് ചാടിയതിന് ശേഷം, ഞാനിപ്പോൾ ചാടിയില്ലേ, അതുപോലെ ചാടിയതിന് ശേഷം താഴെ നിൻ്റെ കാലുകൾ ഉപയോഗിച്ച് നിൽക്കാൻ കഴിയുമോ? വൈ നോട്ട്? എന്തുകൊണ്ടില്ല? ദ ഫോക്സ് ആസ്ക്ഡ്. നമ്മുടെ കുറുക്കൻ പറയുകയാണ്. ഹി ജംപ്ഡ് ഇൻ ടു ദി എയർ. അവൻ എയറിലേക്ക് ചാടി. ഹി തോട്ട് ഹി വുഡ് ലാൻഡ് ഓൺ ഹിസ് ഫീറ്റ്. Thud. The fox fell down. His back touched the ground. എന്ത് ചെയ്തു? എന്നിട്ട് അവൻ തൻ്റെ പാദങ്ങൾ ഉപയോഗിച്ച് താഴെ നിൽക്കാനായിട്ട് ശ്രമിച്ചു. വന്ന് ചാടി. തട്ട്. പക്ഷേ എന്ത് ചെയ്തു? നമ്മുടെ ഫോക്സ് താഴേക്ക് വീണു. അവൻ്റെ ബാക്ക് ഗ്രൗണ്ടിൽ തട്ടി. ഹുറേ! ദ കാറ്റ് ജംപ്ഡ് വിത്ത് ജോയ്. നമ്മുടെ പൂച്ചക്കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഡം ഡം ഡം. ദ കാറ്റ് ഈസ് ദി വിന്നർ. നമ്മുടെ പൂച്ചക്കുഞ്ഞാണ് വിജയി. ദ ഡ്രമ്മർ അനൗൺസ്ഡ്. ഡ്രമ്മർ പറഞ്ഞു. ഡ്രമ്മർ അനൗൺസ് ചെയ്തു. ഹിയറിംഗ് ദിസ് എവറിബഡി ക്ലാപ്ഡ്. ഇത് കേട്ട എല്ലാവരും എന്ത് ചെയ്തു? കൈയടിച്ചു. ഫ്രണ്ട്സ്, ഹു വിൽ ഗോ വിത്ത് ദ ഡ്രമ്മർ ടു ദി പാലസ്? ഡ്രമ്മറിനൊപ്പം പാലസിൽ പോയത് ആരാണ്? ദി കാറ്റ്. ദ കാറ്റ് വിൽ ബിക്കം ദി കിങ്സ് പെറ്റ്. ആരാണ് കിങ്ങിൻ്റെ പെറ്റായത്? ദി കാറ്റ്. നമുക്കിനി ഒരു പാട്ടായാലോ? എ സ്മോൾ പോയം. ആദ്യം നമുക്ക് പഠിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് പാടാം. ആനിമൽ സൗണ്ട്സ്. നമ്മൾ ആനിമൽസിൻ്റെ സൗണ്ടുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ദ കൗ ഗോ മൂ മൂ. കൗ എങ്ങനെയാണ് വിളിക്കുന്നത്? മൂ മൂ. ദ ഡോഗ്സ് ഗോ ബോ ബോ. നമ്മുടെ ഡോഗ്സ് എങ്ങനെയാണ്? ബോ ബോ. ദ കാറ്റ്സ് ഗോ മ്യൗ മ്യൗ. കാറ്റ്സ് എങ്ങനെയാണ്? മ്യാവ് മ്യാവ്. ദ ആനിമൽസ് സേ ഹലോ. ആനിമൽസ് പറയുന്നു ഹലോ. ദ ഡക്സ് ഗോ. നമ്മുടെ ഡക്സ് പോവുകയാണ്. എങ്ങനെ? ക്വാക്ക് ക്വാക്ക്. ദ പിഗ്സ് ഗോ. പന്നികൾ പോവുകയാണ്. ഒൻക് ഒൻക്. ദ ഡോങ്കീസ് ഗോ. കഴുതകൾ പോവുകയാണ്. ബ്രേ ബ്രേ. ദ ആനിമൽസ് സേ ഹലോ. ആനിമൽസ് എന്ത് പറയുന്നു? ഹലോ. ദ ഹോഴ്സസ് ഗോ നെയ് നെയ്.
ഹോഴ്സസ് എങ്ങനെയാണ് പോകുന്നത്? നെയ് നെയ്. ദ റിനോസ് ഗോ സ്നോട്ട് സ്നോട്ട്. റിനോസ് എങ്ങനെയാണ്? സ്നോട്ട് സ്നോട്ട് എന്ന് പറഞ്ഞാണ് പോകുന്നത്. ദ ലയൺസ് ഗോ റോയർ റോയർ. അലറിക്കൊണ്ടാണ് നമ്മുടെ ലയൺസ് പോകുന്നത്. ദ ആനിമൽസ് സേ ഹലോ. ഇനി ആരൊക്കെയാണ് നോക്കൂ. ദ ഡോഗ്സ് ഗോ കൂ കൂ. നമ്മുടെ പ്രാവുകളുണ്ടല്ലോ, അവരെങ്ങനെയാണ് പോകുന്നത്? കൂ കൂ. ദ ക്രോസ് ഗോ. കാക്കകളോ? കൗ കൗ. ദ ചിക്കൻസ് ഗോ കാക്കിൾ കാക്കിൾ. എങ്ങനെയാണ് ചിക്കൻസ്? കാക്കിൾ കാക്കിൾ. ദ ആനിമൽസ് സേ ഹലോ. ദ മൈസ് ഗോ സ്ക്വിക്കിക് സ്ക്വിക്കിക്. ദ സ്നാക്സ് ഗോ ഹിസ് ഹിസ്. സ്നാക്സ് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ഹിസ് ഹിസ്. ദ മങ്കീസ് ഗോ ചാറ്റർ ചാറ്റർ. മങ്കീസോ എങ്ങനെയാണ് പോകുന്നത്? ചാറ്റർ ചാറ്റർ. ദ ആനിമൽസ് സേ ഹലോ. ദ ഷീപ്പ് ഗോ ബ്ലേറ്റ് ബ്ലേറ്റ്. ദ ഫ്രോഗ്സ് ഗോ ക്രോ ക്രോ. ദ വോൾസ് ഗോ ഹൗൾ ഹൗൾ. ദ ആനിമൽസ് സേ ഹലോ. കൂട്ടുകാർ വായിച്ചില്ലേ? നമുക്കിനി പാടാം. കൂട്ടുകാർ ഒപ്പം പാടണേ. Animal sounds. The cows go moo moo. The dogs go boo. The cats go meow meow. The animals say hello. The ducks go quack quack. The pigs go nick nick. The donkeys go bray bray. The animals say hello. The horses go neigh neigh. The rhinos go snort snort. The lions go roar roar. The animals say hello. The dogs go coo coo. The crows go cow cow. The chickens go cackle cackle. The animals say hello. The mice go quack quack. The snake go hiss hiss. The monkeys go chatter chatter. The animals say hello. The sheep go bleat bleat. The frogs go crow crow. The wolves go howl howl. The animals say hello. The animals say hello. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? പാട്ട് ഇഷ്ടമായോ? കൂട്ടുകാരെ പാട്ട് നന്നായി പഠിക്കണം കേട്ടോ. പാടി നോക്കൂ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് മനോഹരമായൊരു കഥ പഠിച്ചു അല്ലേ? നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? ജംഗിൾ ഫൈറ്റ് ആണല്ലേ. നമ്മൾ കാട്ടിലെ യുദ്ധത്തെക്കുറിച്ചും കുറേ കാട്ടിലെ കൂട്ടുകാരെക്കുറിച്ചുമൊക്കെയാണ് പഠിച്ചത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കൂട്ടുകാരെ, നമ്മുടെ മൃഗങ്ങളുടെ സൗണ്ടുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ മൃഗങ്ങളുടെ സൗണ്ടുകൾ എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരുമിച്ച് കാണാം. താങ്ക് യു.